ചിക്കനകത്ത് ഇനി മാത്രമല്ല ആത്മാവ് കൂട്ടിയെടുത്താ ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. അച്ഛൻ ഹായ് Hi. ഹായ് ദീസ് ആർ മൈ ഫ്രണ്ട്സ്. മാൻസി ബെസ്റ്റ് ഫ്രണ്ട്. അയ്യോ അങ്ങനെ പറഞ്ഞാൽ ബാക്കിയുള്ളവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാന്നല്ലോ, എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ. അല്ല, നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറമേ ഫുഡ് എന്തെങ്കിലും മേടിപ്പിച്ചേനെ. ഇല്ല സാറില്ല, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് ചെറിയൊരു ഹൗസ് പാർട്ടി ആയിരുന്നു. കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അത് നെക്സ്റ്റ് വീക്ക് അങ്കിൾ ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ. ഓ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അല്ല ഞങ്ങൾ ഇറങ്ങും അങ്കിൾ. ആണോ? ലേറ്റ് ആയിരുന്നു. ബൈ 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 എന്റെ ബാഗ് ഒന്ന് എടുക്കണേ അവിടെ. ബൈ അങ്കിൾ. ബൈ ബൈ. ഇത് ഞാൻ എടുക്കുവാണ്. നിങ്ങൾ ഇതെടുത്തേ. ഓ ഓക്കേ ബൈ. അപ്പൊ എത്തിയിട്ട് വിളിക്കാം. വിളിക്കാം. ബൈ നിങ്ങളെ. അങ്കിൾ ബൈ. കമ്പൈൻ സ്റ്റഡിയും ഫ്രണ്ട്സിന്റെ വീട്ടിലുള്ള കൂടുതലൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെ പതിവാ. നന്ദേട്ടൻ അതിന് പാനിക്കാവുന്ന എന്തിനാ? പാനിക്കാവണതല്ല, എങ്കിലും ഈ ആൺകുട്ടികളുമായിട്ട് ആവശ്യത്തിൽ കൂടുതലുള്ളൊരു ഇന്റിമസി അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെക്കാൾ ഫോർവേഡായി ചിന്തിക്കുന്നവരാ. അവരത്രയ്ക്ക് ഫ്രീ ആയി പെരുമാറുന്നത് അവരുടെ മനസ്സിൽ കള്ളത്തരമില്ലാത്തത് കൊണ്ടാ. അതെ, കണ്ടിന്യൂസ് ആയി മിസ് കോൾ കണ്ടപ്പോൾ ഞാനാകെ അങ്ങ് പേടിച്ചു. ഇവിടെ പാക്കിങ്ങിന്റെ തിരക്കിലായിരുന്നു. സേവിയർ അങ്ങളുടെ വീട്ടിൽ നിന്ന് പോന്നു. ഓ, ഓഫീസിൽ നിന്ന് ഞാൻ എത്തുമ്പോഴേക്കും ആൻറ്റി ഡിന്നറൊക്കെ ഉണ്ടാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, ഗസ്റ്റായിട്ട് താമസിക്കുന്ന പോലെ. കറക്റ്റ് ടൈമിൽ ഫാത്തിമയുടെ റൂംമേറ്റ് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. ഞാൻ ബാഗും പെട്ടിയെടുത്ത് നേരെ ഇങ്ങ് പോന്നു. എത്തി ഒന്ന് സെറ്റിലായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചതാ. സത്യത്തിൽ തിരക്കൊക്കെ മടുത്തു നന്ദേട്ടാ. വീട് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു. പക്ഷേ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും പേരൻസിൻ്റെ ഒരു കണ്ണ് വേണം. ഇതെന്തിനാച്ചാ പെട്ടെന്ന് ഇവിടെ CCTV ഒക്കെ വെക്കുന്നത്? സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ലേ അപ്പൂ. അന്ന് കള്ളം കയറിയ ദിവസം ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അച്ഛന് ദുബായിൽ ഇരുന്നുകൊണ്ട് അത് മൊബൈലിൽ കാണായിരുന്നു. ഓ പിന്നെ പാതിരാത്രിക്ക് ഉറക്കം ഒഴിച്ച് അച്ഛൻ ഇത് നോക്കിയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ അഥവാ കണ്ടാൽ തന്നെ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാ? അച്ഛൻ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അച്ഛൻ ഫാക്ടറിയിൽ ഇരുന്നുകൊണ്ട് കാണും. രാമേട്ടാ, ഓ, ഈ ബില്ലിലുള്ളതൊക്കെ കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് മുഴുവനും കയറ്റിയിട്ടുണ്ട്. ഓ, എന്നിട്ട് വന്നേ. आपकी बेटी है? हाँ, बहुत सुंदर है. അതിന് अला अच्छन को इतना सौंदर्य है तो मोളും സുന്ദരി होगी. പണിയെടുക്കട്ടെ. ഓടാ.